അങ്കോഭാഗത്തിൻ്റെ അനുപല്ലവി. അങ്കോഭാഗം ഫസ്റ്റ് നമ്മൾ പഠിച്ചോളൂ. അനുപല്ലവി വളരെ റയറായ ഒരു രാഗമാണ്. ഈ ലളിത രാഗം വളരെ ശ്രദ്ധിച്ച് പാടേണ്ടതാണ്. നോട്ട്സൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക, നന്നായി പാടുക. അപ്പോൾ കുറച്ച് മെല്ലെ ഞാൻ പഠിപ്പിച്ചുതരാം. മെല്ലെ പഠിക്കുമ്പോഴേ ഉള്ളൂ നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് നമ്മൾ പഴയ ആ പാട്ടിൻ്റെ സ്പീഡിൽ തന്നെ പഠിപ്പിക്കുമ്പം ഭയങ്കര സ്വരങ്ങളൊക്കെ ഫാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രശ്നം വരും. വളരെ മെല്ലെ പഠിക്കുമ്പം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആ പാട്ടിലേക്ക് സ്പീഡിൽ കുറച്ച് സ്പീഡാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ മനസ്സിൻ്റെ നിർവേദ മുഖരാഗമേ സ്വരം നിസ സ നിസദാദ മദഗ മദ മഗ മാദ മദാനി സാരി നിസ. ഇതൊരു പ്ലെയിൻ സ്വരം പാടുമ്പം മനസ്സിൻ്റെ നിർവേദ മുഖരാഗമേ അറിയാതെ നീ മാറി ഗാന്ധാരമായി. ഇങ്ങനെ പാടിയാൽ മതി. ഇങ്ങനെ പഠിക്ക്, ഇതേ ലെവലിൽ തന്നെ പോകണം. എന്നിട്ട് ഫാസ്റ്റ് ചെയ്തോളി. ഇതിന്റെ സ്വരം ഒന്നുകൂടി ഞാൻ പ്ലെയിൻ പറഞ്ഞുതരാം. നിസ സ നിസ ദാദ മദ ഗ മദ മഗ മാദ ദ മദ നി സാ രി നി സാ. ഇനി അടുത്ത പ്രയോഗം മനസ്സിന്റെ, അത് കറക്റ്റ്. നിസ സ നിർവേദ സനി സനി ദാദ സനി സനി റിസ നിർവേദ വേദ നിദാദ. മനസ്സിലായോ? വേദ നിദാദ നിസ സ നിർവേദ സനി സനി ദാദ. മനസ്സിലായോ? സനി സനി ദാദ നിർവേദ മുഖരാഗ മമദ മഗമ മുഖരാഗ മമദ മഗമ ദമദ മേ മുഖരാഗമേ സ്വരം മമദ മഗമ ദമദ മുഖരാഗമേ. അടുത്തത് പ്ലെയിന് അറിയാതെ മഗ മാദ മദാനി സാരേ നിസ അറിയാതെ നീ മാറി ഗാന്ധാരമായി. അതിന്റെ പ്രയോഗം മഗദ മദ നിദ നി അറിയാതെ നീ മാറി സാസരേ നിസ ഗാന്ധാരമായി. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. മഗദ മദ നിദ നി സാസരേ നിസ അറിയാതെ നീ മാറി ഗാന്ധാരമായി. ഓക്കെ, അടുത്തത് അതിൻ്റെ ഒരു സ്വര പിന്നെ നിങ്ങൾ പഠിക്കാം. സനി സഗ സഗ സനി സമ ഗമ ഗമധ സനി സഗ സഗ സനി സമ ഗമ ഗമധ സനിദ നിദമ ഗമഗ സനി. ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് സനിദ നിദമ ഗമഗ സനി. ഒന്നുകൂടി സ്വരം പാടിത്തരാം. സനി സഗ സഗ സനി സമ ഗമ ഗമധ സനിദ നിദമ ഗമഗ സനി. ഇത്രയും. അടുത്തത് ഇങ്ങനെ പാർട്ടായിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ദേവഗന്ധർവരാജ പൂജിതം നാട്യമണ്ഡപം നീ ഗഗ സസനി നിദദ നീ ഗഗ സസനി നിദദ. മനസ്സിലായോ?
മനസ്സിലായോ സ്വരം? ഒന്നുകൂടി. സ സ സ സ സ ഗ ഗ ഗ ഗ ഗ മ മ മ മ ഗ ഗ സ സ നി നി ദ ദ. നീജ ജന്മങ്ങൾ പാടിയാടുന്ന വേദിയാകുന്നുവോ. നീജ ജന്മങ്ങൾ പാടിയാടുന്ന വേദിയാകുന്നുവോ. ഓക്കെ, ഇങ്ങനെ തന്നെ വരും സ്വരം. ജന്മങ്ങൾ അവിടെ മാത്രം പ്ലെയിൻ. പിന്നെയാണ് കേട്ടോ, അപ്പൊ അവിടെ ജന്മങ്ങൾ പാടിയാടുന്ന വേദിയാകുന്നു. ദേവഗന്ധർവരാജ പൂജിതം നാട്യമണ്ഡപം നീ. ജന്മങ്ങൾ പാടിയാടുന്ന വേദിയാകുന്നു. അവിടെ ഗഗ സസ നി നി ദ ദ വോ, ഗഗ സസ നി നി ദ ദ വോ. ഓക്കെ, മനസ്സിൽ വിടരുമുഷസ്സിൽ കഠിന തമസാൽ ഇരുളിൽ വിടയിടറവേ. അത് ശ്രദ്ധിക്കാം. സനിന്നി നിദമ നിദദ്ദ ഗമഗ ദമമ്മ മഗരി സരി ഗരി ഗമദ. സനിന്നി നിദമ നിദദ്ദ ഗമഗ ദമമ്മ മഗരി സരി ഗരി ഗമദ. മനസ്സിൽ വിടരുമുഷസ്സിൽ കഠിന തമസാൽ ഇരുളിൽ വിടയിടറവേ. ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്തുതരാം. സനിന്നി നിദമ അവിടെ മനസ്സിൽ വിടരുമുഷസ്സിൽ കഠിന, അവിടെ നിദദ്ദ ഗമഗ ഉഷസ്സിൽ കഠിന ദമമ്മ മഗരി തമസാൽ ഇരുളിൽ വിടയിടറവേ. സരിഗരി ഗമദ വിടയിടറവേ. ഒറ്റ പ്രാവശ്യം കൂടി. സനിന്നി നിദമ മനസ്സിൽ വിടരു നിദദ്ദ ഗമഗ ഉഷസ്സിൽ കഠിന ദമമ്മ മഗരി തമസാൽ ഇരുളിൽ സരിഗരി ഗമദ വിടയിടറവേ. അങ്കോപാംഗം സ്വരമുഖരം. ഓക്കെ, കഴിഞ്ഞ്. പക്ഷെ വളരെ ശ്രദ്ധിച്ച് പാടണം. സ്വരസ്ഥാനം ഒരു അംശം പോലും തെറ്റാൻ പാടില്ല. വേറൊരു കാര്യം കൂടി, ഈ ഹാർമോണിയം ചെറിയൊരു പിച്ച് ഔട്ട് ഉണ്ട്, ചെറിയ തോതിൽ. അത് എനിക്ക് വലിയ പ്രയാസമുണ്ട്. വളാഞ്ചേരി ഉണ്ടാക്കിയതൊക്കെയാണ്, കുഴപ്പമില്ല. ചെറിയൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ വേരിയേഷൻ കാണിക്കും. നമ്മൾ പാടുമ്പോഴും അതിൽ വായിക്കുമ്പോൾ അങ്ങനെ ചെയ്യും. ശ്രുതി ഇട്ടാൽ കുറച്ചും കറക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് തരുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് എഫക്റ്റ് കിട്ടുക. അതുകൊണ്ടാണ് ഞാനിത് വായിച്ച് തരുന്നത്. അല്ല ശ്രുതിയിൽ പാടിയ മതിയായിരുന്നു. ഏതായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നല്ലോണം പഠിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ട്. ക്ഷമയാണ് ഏറ്റവും നമ്മുടെ ആയുധം. മനസ്സിന് ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ നിങ്ങൾ പഠിക്കുക. ക്ഷമിച്ചു കഴിഞ്ഞാൽ നന്മ ബാക്കി എല്ലാം വരും. നമ്മൾക്ക് നമ്മുടെ കഴിവിനെ, നമ്മൾക്കുണ്ടാകുന്ന കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. അതായത് മറ്റുള്ളവർക്ക് ഒരുപാട് കഴിവുണ്ടെങ്കിൽ അവരോട് അസൂയപ്പെടാതിരിക്കുക. ഈ ഒരു പോയിന്റ് മാത്രം. അതായത് നമ്മൾക്കുണ്ടാകുന്ന കഴിവിൽ ഒരിക്കലും അഹങ്കാരം ഉണ്ടാവരുത്, അഹങ്കരിക്കരുത്. മറ്റുള്ളവർക്ക് ഒരുപാട് കഴിവുണ്ടാവും നമ്മളെക്കാളും. അവരിൽ നമ്മൾ ഒരിക്കലും അസൂയപ്പെടാനും പാടില്ല. വളരെ വളരെ ശ്രദ്ധിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷനാണ് ഏറ്റവും കൂടുതൽ ആവശ്യത്തിന്. സംഗീതമൊക്കെ എല്ലാം നമ്മൾ മൊത്തം മാറി മറിയും മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ. അല്പം സമയമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാനിരിക്കണം നിങ്ങൾ. എന്നാൽ എല്ലാം ഓക്കെ വരും. നമ്മുടെ ജീവിതം തന്നെ സുഖകരമായി വരും. ഉറപ്പാ. ശരി, ഓക്കെ.